പൊക്കടാ കുത്തി കോരി കൊടുക്കാണ്. കുഴിന്ന് പൊക്കി തട്ടുന്നത് കണ്ടോ? ഇവരുടെ യമനി മന്തി കഴിച്ചവർ ഇവിടം തേടി തന്നെ വരും, ഒരു സംശയവും വേണ്ട. ഒരെണ്ണം ഇവിടെ പൊങ്ങുന്നു, അടുത്തപ്പോ ഇവിടെ ഇറങ്ങുന്നു. ഇത് നീ ഒന്ന് കഴിച്ചു നോക്ക്. കഴിച്ചു നോക്കിയിട്ട് സത്യസന്ധമായിട്ട് മറുപടി പറ. ഈ മന്തി റൈസ് നോക്കിയേ, ഇത് മാത്രം തന്നെ കഴിച്ചിട്ട് എന്താ ടേസ്റ്റ്. മന്തി വേറെ ലെവലാണ് കേട്ടാ. 2 മാസം കൊണ്ട് തന്നെ സഹാബി മന്തി കോട്ടയം പൊൻകുന്നത്ത് വമ്പൻ ഹിറ്റായി. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് കുത്തിക്കോരി മന്തി വിളമ്പുന്ന ഒരു സ്ഥാപനമാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്താണ്. ഇവിടെ സഹാബി മന്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം 2 മാസക്കാലമായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കോട്ടയംകാരെ, പൊൻകുന്നംകാരെ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞു വെച്ചോ, ഇവരുടെ സ്പൈസി ചിക്കൻ മന്തി എന്ന് പറയുമ്പോൾ കഴിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ ഇന്നത്തെ മന്തി വെക്കാൻ വേണ്ടി പോകാനല്ലേ? ഇന്നത്തെ മന്തി വെക്കാൻ പോവാണ്. എന്നാ പൊക്കിക്കോ, പൊക്കടാ. നമ്മുടെ ഇന്നത്തെ മന്തിയാണ് പൊങ്ങി വരുന്നത് കേട്ടാ. ഒരെണ്ണം ഇവിടെ പൊങ്ങുന്നു, അടുത്തപ്പോ ഇവിടെ ഇറങ്ങുന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇതിന് പൊട്ടിക്കത്തുള്ളൂ. അപ്പൊ അത്രയും നേരം ഈ കനലിൽ കിടന്നാൽ സെറ്റ് ആകണം. അപ്പൊ ചിക്കനും കൂടെ കയറ്റി വിട്ടിരിക്കുകയാണ്. ചിക്കനും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറോളം ഈ കനലില്, അതാണല്ലോ കുഴിമന്തി എന്ന് പറയുന്നത്, ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഈ കുഴി പൊക്കത്തുള്ളൂ. ഇപ്പൊ ഒരു കുഴി പൊക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ 2-3 മണിക്കൂറിന് മുമ്പ് ചെയ്തതാണ് ഒരെണ്ണം പൊക്കിയത്. ഇനിയിപ്പോ മിനിമം 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുക്കും. ഇതെല്ലാം സീൽഡ് ചെയ്ത് സെറ്റ് ആക്കി കവർ ചെയ്ത് 2 മണിക്കൂറിന് ശേഷം സാധനം പൊക്കിയാൽ നമ്മുടെ സൂപ്പർ മന്തി റെഡിയാക്കാൻ വേണ്ടി പോവാണ്. എല്ലാം സീൽ ചെയ്ത് പാക്ക് ചെയ്ത് ഈ കുഴി അങ്ങ് മൂടാൻ വേണ്ടി പോവാണ്. കുഴി പൊക്കുന്നത് ഞാൻ കണ്ടു, കുഴി മൂടുന്നത് കണ്ടു. ഇനി റെഡി ടു സെർവ് ആണ്. റെഡി ടു സെർവ് ആണ്. അതെ, ഓക്കെ. നമ്മൾ എങ്ങനെയാ റൈസ് കൊടുക്കുന്നത്? എങ്ങനെയാ? അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് റൈസ് ആണ്. പൊൻകുന്നംകാർക്കായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കുത്തിക്കോരിയും കൊടുക്കുകയാണ്. കുത്തിക്കോരി കൊടുക്കാണ്. ബീഫ് മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ മാത്രം സ്പെഷ്യൽ സ്പൈസി ചിക്കൻ മന്തി. സ്പൈസി ചിക്കൻ മന്തി നമ്മുടെ മാത്രം സാധനമാണ്. നമ്മുടെ മാത്രം സാധനമാണ്. അതും കുഴിയിലിറക്കുന്ന സ്പൈസിയാണ്. കുഴിയിലിറക്കിയ സ്പൈസിയാണ്, പുറത്ത് അടിക്കുന്നതല്ല. ഇതോടൊപ്പം തന്നെ കുഴിയിലിറക്കി ചെയ്യുന്ന, നമ്മളിപ്പോ കുഴിയിൽ കണ്ടതുപോലെ സ്പൈസി ആയിട്ട് ചെയ്തെടുക്കുന്നത്. അത് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ എ സി റൂം ഒന്ന് കാണാം. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് ആദ്യം തന്നെ പറയാം. എത്ര പേർക്കോളം ഭക്ഷണം കഴിക്കാൻ പറ്റും? നമുക്ക് ഇതിനകത്ത് ഒരു 35-40 പേർക്ക് ഇരിക്കാം. 35-40 പേർക്ക് ഇരിക്കാം. നമ്മൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ബർത്ത്ഡേ പാർട്ടി, അത്യാവശ്യം മറ്റുള്ള വെഡിങ് ആനിവേഴ്സറി, അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമുക്കിത് ഒക്യുപ്പൈ ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മളിത് റിസർവ് ചെയ്ത് വെക്കും. അപ്പോ അതനുസരിച്ച് നമുക്ക് വേറെ എന്തൊക്കെ അവർക്ക് സൗകര്യങ്ങൾ വേണ്ട, അതനുസരിച്ച് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും. ഇവരുടെ മജ്ലിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്രൈവസിയോട് കൂടി തന്നെയാണ് മജ്ലിസ് ചെയ്തിരിക്കുന്നത്. അതെ, നല്ല സ്പേസ് ഉണ്ട്. ഇത് അവരുടെ അനുസരിച്ച് നമ്മൾ കർട്ടൻ ഇത് പ്രൈവസി കൊടുത്ത് തന്നെ തൊട്ടടുത്തായിട്ട് മറ്റൊരെണ്ണം ഉണ്ടല്ലേ? ഇപ്പുറത്തുണ്ട് റൂം. അത് കണക്ക്. അതെ, അവിടെ ഒരെണ്ണം. ഇത് കുറച്ചുകൂടെ വലുതാണ് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് മെയിൻ ആണ്. അതെ, അപ്പൊ നമുക്ക് ഒരുപാട് റിക്വയർമെന്റ് അങ്ങനെ വരുന്നുണ്ട്. പ്രൈവസി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈസി ചിക്കൻ മന്തി. അതെ, അതിന്റെ ചിക്കൻ ഒന്ന് നോക്കോ, സ്പൈസി ആയിട്ടുള്ളൂ. നോക്ക്, ഇതെല്ലാം ഫോയിലെല്ലാം വെച്ചിട്ട് നേരെ കുഴിയിലിറക്കിയതാ. നമ്മുടെ അതാ ദാ മോനെ, ആവി ഉറക്കും നോക്കടാ. ഇത് പൊക്കാൻ പറ്റത്തില്ല. പൊക്കാ ചിലപ്പോ പൊടിഞ്ഞു പോകും. അതാ ഇത് നീ ഒന്ന് കഴിച്ചു നോക്ക്. കഴിച്ചു നോക്കിയിട്ട് സത്യസന്ധമായിട്ട് മറുപടി പറയണം. നോക്ക് മോനെ, ഇതാണ് ബീഫ്. നമ്മുടെ ആ ഫോയിൽ പേപ്പറിലേക്ക് തൊട്ടിട്ട് പൊടിഞ്ഞു വരുന്ന ഇതാണ്. ഇതേ കണ്ട, നീ ഇത് ഇനി കഴിച്ചു നോക്ക്. ഇത് കണ്ട മാത്രം പോരല്ലോ, കഴിച്ച എക്സ്പീരിയൻസ്. ഇതാ ആവി പറക്കും നോക്ക്. കണ്ട, പിടിച്ചപ്പോ തന്നെ ഇങ്ങ് വന്ന് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇവരുടെ സ്പെഷ്യൽ ഐറ്റമാണ് സ്പൈസി ചിക്കൻ മന്തി. നല്ല എരിവും കാര്യങ്ങളും മസാലയൊക്കെ അടിപൊളിയാണ് കേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് നിങ്ങളെ പീസ് നോക്കിയേ, പൊടിഞ്ഞ് ഇങ്ങ് വരും. നന്നായിട്ട് വെന്തത് കൊണ്ടാണ്. അതെ, അയ്യോ, ഒരു മയോണൈസും വേണ്ട, ഒരു ചട്നിയും വേണ്ട, അതിൻ്റെ മസാല മാത്രം മതി. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും പൊൻകുന്നംകാരി ഞാൻ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ട് എന്നെ ചീത്ത പറയത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. ഇവരുടെ ബീഫ് മന്തിയാണ്. നിങ്ങൾ തന്നെ നോക്കിക്കോണം. ഞാൻ വിഷ്വലി കാണിച്ചു തരാം. കൈ കൊണ്ടൊന്ന് ഒറ്റ വിരൽ ഇതണ്ട പൊടിഞ്ഞ് കൈ വന്ന് അതുപോലെ വെന്ത സാധനമാണ്. നോക്കിയേ, ഇതണ്ട പൊടിഞ്ഞ് വരികയാണ് വെന്തിട്ട്. അയ്യോ നോക്കിയേ, ഇതണ്ട സൂപ്പറാ. ഗംഭീരം. അപ്പം നമ്മുടെ മന്തിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ബീഫുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ മന്തിയുണ്ട്, സ്പൈസി ചിക്കൻ മന്തിയുണ്ട്. നല്ലൊരു സ്ഥാപനം തന്നെയാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവരുടെ ബീഫ് മന്തിയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട മന്തി തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെടും. പറയാനുള്ള കാരണം അലിഞ്ഞു പോകും നാവിൽ വെച്ച് കഴിഞ്ഞാൽ.
അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഞാനൊന്ന് പറയാം. ഇത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. സ്ഥാപനത്തിലേക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടി നമ്മൾ പാലയ്ക്ക് പോകത്തില്ലേ, പാലയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു ടേണിങ്ങിനോട് ചേർന്ന് തന്നെ ടൗണിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സഹാബി മന്തി ഉള്ളത്. ആ സിഗ്നലിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാം സ്ഥാപനം ഏത് ഭാഗത്താണെന്ന്. അതുപോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാം. നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോവുക. എല്ലാം വളരെ എളുപ്പത്തിലാണ് തരുന്നത്. അപ്പം സ്ഥലം മറന്നുകൊണ്ടാ, നമ്മുടെ സ്ഥാപനവും മറന്നുകൊണ്ടാ.